പ്രിയങ്കരനായ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ആലിംഗൽ മുഹമ്മദ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ മുഹമ്മദ് റിയാസ്, വേദിയിലുള്ള മറ്റ് പ്രമുഖരെ, ശരിക്കും കേരളത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര നടത്തിയപ്പോൾ ഈ പൊള്ളുന്ന ചൂടായിരുന്നില്ല എൻ്റെ മനസ്സ് നിറയെ. ഒരു 60 അംഗ 24-ൻ്റെ സംഘം എനിക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. എന്നെ നോവിച്ചതും പൊള്ളിച്ചതുമൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ ഭീകരമായി കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വാർത്താ ചാനലിൻ്റെ AC മുറിയിലിരുന്ന് കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊന്നും അത്ര ഗൗരവതരമായിരിക്കില്ല എന്നൊരു പ്രതീക്ഷ നമുക്കെപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു 2-3 ജില്ലകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളം നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, ഈ 14 ജില്ലകളിലെ മിക്കവാറും എല്ലാ താലൂക്കുകളിലൂടെയും ഞങ്ങൾ കടന്നുപോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നെഞ്ചിൽ തീക്കൊള്ളി കൊണ്ട് എഴുതി സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ ഒരു പ്രദേശം പോലും ഈ രാസലഹരിയിൽ നിന്ന് ഇപ്പോൾ മുക്തമല്ല. സ്കൂൾ വരാന്തകളിലൊക്കെ പരീക്ഷാക്കാലത്ത് ചോക്ലേറ്റും കൂൾ മിഠായി എന്നൊക്കെ പറഞ്ഞ സാധനം കുട്ടികൾക്ക് നീട്ടുമ്പോൾ ഈ മയക്കുമരുന്ന് വ്യാപാരികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതും ഹൃദിസ്ഥമാക്കിയതും അതേപോലെ ഉത്തരക്കടലാസിൽ കൊടുക്കാനും, ഒരു കാര്യവും മറന്നുപോകാതെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും, നിങ്ങളുടെ തലച്ചോർ കുറച്ചുകൂടെ വൈഭവം കാണിക്കാനുമൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന, പ്രേരിപ്പിക്കുന്ന, ശക്തിയാകുന്ന ഒരു മിഠായിയാണ് കൂൾ മിഠായി. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ആദ്യമുള്ള കുട്ടികൾ ഈ മിഠായി വാങ്ങി കഴിക്കുന്നു. 3-4 പരീക്ഷ കഴിഞ്ഞ് 4-5 മിഠായി ഉള്ളിൽ കടന്നു കഴിയുമ്പോൾ ഈ മിഠായിക്ക് അവർ അഡിക്റ്റ് ആകുന്നു. പിന്നീട് ഈ മയക്കുമരുന്ന് വ്യാപാരിയെ തേടി നടക്കുന്ന ഈ കുട്ടികൾ എന്തൊരു ചതിയാണെന്ന് ആലോചിക്കുക. കഞ്ചാവ് വലിക്കുന്ന ആളുകൾ പറയാറുണ്ട്, അവരുടെ തലച്ചോറ് ഷാർപ്പാകാനും നിശിതമാകാനും കഞ്ചാവ് ഉപകരിക്കുമെന്ന്. ചലച്ചിത്ര ലോകത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ പറയുന്നത്, ടെലിവിഷൻ രംഗത്തുകൊണ്ട് നന്നായി കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് വികാസം ഉണ്ടാകും, ബുദ്ധി കുറച്ചുകൂടെ ഷാർപ്പാകും. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പറയുന്നു, കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രിസിഷൻ കിട്ടാൻ, നിശ്ചിതമായി കാര്യങ്ങൾ ചെയ്യാൻ, ഷാർപ്പാകാൻ കഞ്ചാവ് ഉപകരിക്കുമെന്ന്. ഞാൻ ഈ കേരളത്തിൽ കണ്ട എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, ലോകത്തൊരു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ലോകമണ്ടത്തരമാണ് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന്. കഞ്ചാവിന് നമ്മുടെ ബുദ്ധിവൈഭവം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നോ നമ്മുടെ തലച്ചോറിന് കരുത്ത് പകരാൻ കഴിയുമെന്നോ ലോകത്തൊരു രാജ്യത്തും തെളിയിച്ചിട്ടില്ല. സൗത്ത് അമേരിക്കയിലെ ഗ്വാട്ടിമാല പോലെയുള്ള രാജ്യങ്ങളിൽ കഞ്ചാവ് നിയമപരമാണ്. എന്നാൽ എൽ സാൽവദോർ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെയുണ്ട്. ആ രാജ്യത്ത് പോയി നിരോധിച്ചിരിക്കുക. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും കഞ്ചാവ് നിയമവിധേയമാണ്. എന്നാൽ കഞ്ചാവിന് മനുഷ്യ ശരീരത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരു പഠനവും ഇതുവരെ തെളിയിച്ചിട്ടില്ല. എൻ്റെ ബലമായ സംശയം, കഞ്ചാവ് വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ ഈ ഏജൻസികൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കല്ലുവെച്ച നുണയായിരിക്കാം ഇത്. കേരളത്തിലെ ചില പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നപ്പോൾ ഒരു കടപ്പുറത്ത് ഞങ്ങൾ കണ്ടു, നേരെ കൺമുന്നിൽ നിൽക്കുന്ന ഒരാൾ MDMA വിൽപ്പനക്കാരനാണ്. ഹാഷ്മിയോടൊരു കുട്ടി പറഞ്ഞ തമാശ കേട്ടു അതിനിടയിൽ. അതായത് നല്ല ക്വാളിറ്റിയുള്ള MDMA നാട്ടിൽ കിട്ടാതായിരിക്കുന്നു എന്നാണ് ഇവൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പോലീസ് ഒരു 600 കേസ് എടുത്തപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. ഇതൊക്കെ അമ്പരപ്പിക്കുന്ന കണക്കാണ്. അതിൽ 15-17% പെൺകുട്ടികളാണ്. നമ്മുടെ കുട്ടികളുടെ യാത്ര എങ്ങോട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു മാരകമായ വിഷലഹരിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ രാസലഹരിക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മദ്യത്തിനെതിരായി സംസാരിക്കുന്നില്ല? കള്ളു കുടിച്ചൊരുവൻ വീട്ടിൽ കയറുന്നത് പോലെയല്ല ഈ രാസലഹരി കഴിച്ചാൽ. നിങ്ങൾക്കറിയാം, ബ്രൗൺ ഷുഗറും കൊക്കൈനും ഇതേപോലെ LSDയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ കേരളത്തിലൊരു സാധാരണ പദമായത് എപ്പോഴാണ്? കോവിഡ് കാലം കഴിയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ കുറേശ്ശെയായി രാസലഹരിയിലേക്ക് നീങ്ങി തുടങ്ങിയത്. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, കാര്യം ഞാൻ ഈ കഴിഞ്ഞ 31 ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇത്. ഞാൻ അമ്പരന്നുപോയി, എൻ്റെ വാർത്താ സംഘം നടുങ്ങിപ്പോയി. കാരണം
നമ്മൾ AC മുറിയിലിരുന്ന് വായിച്ചു വിട്ട വാർത്തകളെക്കാൾ യാഥാർത്ഥ്യം ഒരുപാട് അകലെയാണ്. എനിക്ക് കേരളത്തെ ചിലയിടങ്ങളിൽ മനസ്സിലായില്ല. ഇതാണോ എൻ്റെ മണ്ണ്? എനിക്ക് പിറന്ന ഈ മണ്ണ് എപ്പോഴാണ് ഇങ്ങനെ മാറിയത്? നിങ്ങൾ ഓരോരുത്തരും ചങ്കിൽ കൈവച്ച് ചോദിക്കണം. ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വലിയൊരു സംഘം ആളുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതെല്ലാം മലയാളികളാണ്. കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി ബാഗ് നിറയെ രാസലഹരിയുമായി കേരളത്തിലെത്തി ഓരോ കുട്ടികളെ തേടി നടന്ന് കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന വലിയൊരു മാഫിയ സംഘം. വിദേശ നാടുകളിൽ തായ്ലൻഡിലിരുന്ന് ഈ നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്ന മാഫിയ സംഘത്തേക്കാൾ വലിയ അപകടകാരികളാണ് ഇവർ. ആകാശം മുട്ടയുള്ള ഒരു വീട് നിർമ്മിച്ചു വയ്ക്കുവാനോ അതല്ലെങ്കിൽ സ്വന്തം ജീവിതം ഭംഗിയാക്കാനോ തൊട്ടയലത്തുള്ള കുഞ്ഞിൻ്റെ ജീവിതം വലിച്ചു കീറുകയാണ് ഈ നരാധമൻ, ഈ നെറികെട്ടവൻ ചെയ്യുന്നത്. ഇവരോടൊന്നും അനുതാപം കാണിച്ചിട്ടൊരു കാര്യമില്ല. നമ്മുടെ ക്ഷമിക്കും ഒരു അതിരുണ്ടെന്ന് അവർ അറിയണം. കോഴിക്കോട്ടെ ഈ പരിശുദ്ധമായ മണ്ണിൽ, ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയുന്നു. എനിക്കൊക്കെ ചില ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാനൊരു ധീരയായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. അതായത് ഇവരുടെയൊക്കെ പൊന്നാപുരം കോട്ടകളിൽ നേരിട്ട് കടന്നു ചെന്ന് നിന്റെ ലഹരി വ്യാപനം നിർത്തിയില്ലെങ്കിൽ കായികമായി ഡീൽ ചെയ്യാൻ പോലും ഞാൻ തയ്യാറാകുമെന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. അവരോട് എനിക്ക് വലിയ ബഹുമാനം തോന്നി. അവർ മർദ്ദിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അവരെന്നോട് വേദിയിലിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ധൈര്യശാലി ഒരിക്കലല്ലേ മരിക്കൂ, പീരുവല്ലേ ഒരുപാട് തവണ മരിക്കുക എന്ന്. നമ്മുടെ അമ്മമാർ ധൈര്യം കാണിക്കുന്നുണ്ട്. ഈ യാത്രയുണ്ടാക്കിയ ഏറ്റവും വലിയ ഫലം എന്താണ് എന്ന് നിങ്ങളോട് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയും. അമ്മമാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു, എൻ്റെ മകൻ MDMAക്ക് അഡിക്റ്റാണ്, ഇവനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൂ. നിങ്ങൾക്കറിയാമോ, ഈ MDMA എന്ന് പറയുന്ന സാധനം കഴിക്കുന്ന ഒരാളിന് 7 കൊല്ലമായിരിക്കും ആയുസ്. പല്ലൊക്കെ ദ്രവിച്ചു പോകും, ഷേപ്പ് തെറ്റും, കണ്ണുകൾ പുറത്തേക്ക് ഇറങ്ങി വരും. 7 കൊല്ലം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം എന്ന രീതിയിൽ 7 കൊല്ലം, 90-95 കൊല്ലക്കാലം ഈ മണ്ണിൽ ജീവിക്കാൻ ഭാഗ്യമുള്ള ഒരാളാണ് തൻ്റെ കൈക്കരുത്ത് കൊണ്ടും തൻ്റെ അഹങ്കാരം കൊണ്ടും ഒരുപക്ഷെ വിവരക്കേട് കൊണ്ടും തൻ്റെ ജീവിതം കശക്കിയെറിയുന്നത് 7 കൊല്ലത്തിലേക്ക്. നമ്മുടെ അമ്മമാർക്ക് കണ്ണീരാണ്. കേരളത്തിലെ പല വീടുകളിലും അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന മകൻ, പേറ്റുനോവ് അനുഭവിച്ച ഒരു ഉമ്മയ്ക്ക് അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന മകൻ തൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കൊലക്കത്തിയുമായി കയറി വരുമെന്ന് ഭയക്കുന്ന ഒരു കാലം. ക്ലാസ്സിൽ മുറി നിൽക്കുന്ന അധ്യാപിക സാരി ഉടുത്ത് നിന്നാൽ അവർക്കെതിരെ വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്ന കുട്ടികൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിന് എത്ര താങ്ങാൻ കഴിയും? അധ്യാപകർക്കെതിരെ കേസ് കൊടുത്ത മാതാപിതാക്കൾ ചിലപ്പോൾ ഇതിനിടയിൽ ഉണ്ടാകും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും നമ്മൾ അധ്യാപകനെ ഒറ്റപ്പെടുത്തിയോ, അധ്യാപകൻ്റെ മേൽ നമ്മൾ പഴി കണ്ടെത്തിയോ, അധ്യാപകനെന്ന് പ്രധാന ജോലി മാറ്റിവെച്ചു. ഈ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാറി നിൽക്കരുത് അധ്യാപകർ ചൂരലെടുക്കണം. കേരള ഹൈക്കോടതി നമ്മുടെ നാട്ടിലെ പരശതം അധ്യാപകരോട് പറഞ്ഞത് അത് തന്നെയാണ്. കുട്ടികളെ ശാസിക്കാനും അവരുടെ കവിളത്തു നുള്ളാനുമുള്ള ആ അധികാരം, ശാസനയുടെ അധികാരം അധ്യാപകർ വീണ്ടും സ്വന്തമാക്കണം. അധ്യാപകർ ഒരു ജോലിയായി അതിനെ കാണാൻ പാടില്ല. ഞാനും കുറച്ചു കാലം മാഷായിരുന്ന ഒരാളാണ്. ഇതൊരു സേവനമാണ്. അധ്യാപകന് നേരെ കേസെടുക്കരുതെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ എന്നും കേരള ഹൈക്കോടതി പറഞ്ഞത് സഹികെട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വീടുകളിൽ എന്താണ് നടക്കുന്നത്? വീടുകളിൽ നമ്മൾ സ്മാർട്ട് ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തു കുട്ടികൾക്ക്. എന്നാൽ മുറിക്കുള്ളിൽ അടച്ചിരുന്ന് ടെക്നോളജിയുമായി അവൻ ഏറ്റുമുട്ടുകയാണോ? 17-18 മണിക്കൂറും വാട്സപ്പ് വഴി അവൻ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. വീടുകളിൽ സ്നേഹമെന്നൊരു സാധനം അപ്രത്യക്ഷമായി തുടങ്ങി. തീന്മേശകളിൽ കുട്ടികളോട് സംസാരിക്കുന്നില്ല. വാട്സപ്പിൽ ഒരിക്കലും പരിചയമില്ലാത്തവനെ കണ്ടുമുട്ടുമ്പോൾ അവനോട് ചാറ്റ് ചെയ്ത് സായുജ്യം കണ്ടെത്തുന്ന കുട്ടികൾ വലിയൊരു തലമുറയായി പടരുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഈ അപകടം ഒരു 3 മാസം കൊണ്ട് ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് കേരളം പോകും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കുട്ടികൾ മര്യാദരാമന്മാരാണ്, അവരെ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി സമാധാനത്തുള്ള വീട്ടിലേക്കെന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ കണക്കൂട്ടൽ പിഴയ്ക്കാൻ ഒരുവൻ വരും. തൊട്ടയൽ വീട്ടിൽ അതല്ലെങ്കിൽ 4 വീട് അപ്പുറത്ത് MDMAയിൽ മൂക്കുകുത്തി വീണുപോയ ഒരുവൻ നട്ടപ്പാതിരാ നേരത്ത് പ്രതികാരത്തിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കുമ്പോൾ അവൻ കൊലക്കത്തിയുമായി പാഞ്ഞെടുത്ത് വീട്ടിൽ കയറി വന്നു എന്ന് വരും. പൊതുവിടങ്ങളിൽ, തിയേറ്ററുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇത്തരം രാസലഹരി ബാധിച്ച് പേ പിടിച്ചവർ വരും. രാസലഹരി ബാധിച്ച ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾ
ഭ്രാന്ത് പിടിച്ചവരെക്കാളും ഗതികെട്ടവരാണ്. അവർ മനോരോഗികളാണ്. ഈ യാത്രയ്ക്കിടയിൽ ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഞാൻ നേരിട്ട് പോയി. എന്താണ് ഈ MDMA പോലുള്ള രാസലഹരി ഒരാളിൽ വരുത്തുന്ന മാറ്റമെന്നറിയാൻ നമ്മൾ അമ്പരന്ന് പോകും. ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നത് സ്വന്തം ജീവിതം തകർത്ത് തരിപ്പണമാക്കാനാണ് എന്ന തിരിച്ചറിവ് പോലുമില്ലാതെ 14-15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ. നിങ്ങൾക്കറിയാമോ, ആലത്തൂരിൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്നുള്ള പുരസ്കാരം കിട്ടിയ പോലീസ് സ്റ്റേഷനാണത്. അവിടുത്തെ SHO പറയുന്നു, 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി MDMAക്ക് ഇവിടെ അഡിക്റ്റാണ് എന്ന്. 4ാം ക്ലാസ്സിൽ 9 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 9ാം വയസ്സ് കാണുന്ന കുട്ടി ഇതേപോലുള്ള രാസലഹരി കഴിച്ച് മറ്റൊരു അപകടം കൂടി ക്ഷണിച്ചു വരുത്തുന്നു. കൊച്ചിയിലെ ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുട്ടികൾക്ക് അകാലത്തിലേക്ക് ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ട്, കാർഡിയാക് അറസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇത്തരം മാരകമായ പാഷാണം താമരശ്ശേരിയിൽ നിങ്ങൾ കണ്ടല്ലോ. MDMAയുടെ പാഷാണ പൊതി ഒരാളുടെ ആമാശയത്തിൽ കിടന്ന് പൊട്ടിയപ്പോൾ അയാൾ ചത്തുപോയി. അത്ര മാരകമായ ഒരു രാസലഹരിയാണ് കേരളത്തിൽ പ്രവഹിക്കുന്നത്. വയനാട്ടിലെ ഒരു കർണാടകവും തമിഴ്നാടും വേർതിരിക്കുന്ന, കർണാടകവും കേരളവും വേർതിരിക്കുന്ന ഒരു സ്ഥലത്ത് ബാവലി പള്ളിയിൽ ഞങ്ങളൊരു കാര്യം കണ്ടു. 10,000ങ്ങൾ പോകുന്ന പള്ളിയാണ് ഈ ബാവലി പള്ളി. ഈ ബാവലി പള്ളിയിൽ ഒരു MDMAക്കാരൻ പറയുന്നു, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സാധനം ഞാൻ ഇവിടെ എത്തിച്ചു തരാമെന്ന് ഞങ്ങളോട് തന്നെ പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് കയറി നിൽക്കാൻ നല്ലൊരു സ്ഥലം പോലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ 6 മണിക്ക് വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ രാത്രി 8 മണി വരെ ഈ ബാവലി പള്ളിക്ക് മുന്നിൽ നിൽക്കുകയാണ്. 10,000കണക്കിന് ആളുകളാണ് ഈ ആ വനപ്രദേശത്തെ ഊടുവഴികൾ വഴി നമ്മുടെ നാട്ടിലേക്ക് മാരകമായ ലഹരികൾ കടത്തിക്കൊണ്ട് വരുന്നത്. നമ്മൾ വളരെ വളരെ വേഗത്തിൽ പ്രവർത്തിക്കേണ്ട സമയമായി. ഒരു ദിവസം കേരളത്തിൽ ഇപ്പോൾ 700-ലധികം ആളുകൾ ഈ രാസലഹരിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുട്ടികൾ വളരെ കൂടുതലാണ്, പെൺകുട്ടികൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ കേരളത്തെ തകർത്ത് കളയും. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു 8 കോളം ടൈറ്റിൽ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇതൊക്കെ പ്രചരിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അന്തസ്, നമ്മൾ ഉയർത്തിവിട്ടിയ അന്തസ് തകർന്ന് തരിപ്പണമായി പോകും. നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കുരുന്നുകൾ കൊല ചെയ്യപ്പെടും. ഇനി നമുക്ക് വിശ്രമിക്കാൻ ഇടമില്ല. ഞങ്ങൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. എനിക്കറിയാം, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അമ്മ, ആറന്മുള ക്ഷേത്ര നടയിൽ നിന്ന് ആകാശമുട്ട ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊരു അമ്മ, സ്വന്തം മകൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞ ഒരുപാട് ഉമ്മമാർ, വീട്ടിൽ കിടന്നുറങ്ങാൻ സമാധാനമില്ലെന്ന് പറഞ്ഞ പിതാക്കന്മാർ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെ നെഞ്ചിലിങ്ങനെ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും. നിങ്ങൾക്കറിയുമെന്നറിയില്ല. നിങ്ങൾ അവർക്ക് ചെവി ഓർക്കാൻ തയ്യാറാണെങ്കിൽ സ്വകാര്യ നിമിഷങ്ങളിൽ അവർ നിങ്ങളോട് പങ്കുവയ്ക്കും. ചെല്ല് പറയുന്നു, വീടിൻ്റെ അന്തസ്സും തറവാടിൻ്റെ മഹിമയും കൊണ്ട് എനിക്കിത് പുറത്തു പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. സ്വന്തം കുട്ടി ഇത്തരം പാഷാണങ്ങൾ കഴിച്ച് അകാല ചരമമടയുന്നതിനേക്കാളും വലുതാണോ നിങ്ങളുടെ തറവാടിൻ്റെ അന്തസ്? കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണണം, ആശുപത്രിയിൽ കൊണ്ടുപോകണം. നമ്മുടെ ചെയർമാൻ പറഞ്ഞു, കേരളത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഉണ്ടാക്കാൻ അബീർ ഗ്രൂപ്പ് തയ്യാറായിരിക്കും. 24 ഉണ്ടാകും അതിൻ്റെ പിന്നാലെ. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കാര്യമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഓരോ പഞ്ചായത്തിലും ഓരോ ഡി അഡിക്ഷൻ സെൻ്റർ തുറക്കുന്ന കാലം വിദൂരമല്ല. തുള്ളിക്കളിച്ച് തുമ്പിയെപ്പോലെ പാറി നടക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ പോലും മാരകമായ രാസലഹരിയിൽ മൂക്കുകുത്തി വീഴുന്നൊരു സാഹചര്യം. അതുകൊണ്ട് നമ്മൾ പറയണം, നമ്മുടെ തൊട്ടയലത്തോ നമ്മൾക്ക് പരിചയമുള്ള ഇടങ്ങളിലോ ഏതെങ്കിലും ഒരുവൻ രാസലഹരി വിൽപ്പനക്കാരനാണെന്ന് മനസ്സിലാക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പൗരന് വൃത്തികേട് കാണിക്കുന്നവനെ തടഞ്ഞു നിർത്താനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ പോലീസിനെ വിളിച്ചു വരുത്തണം. ആരുടെയും മുഖം നോക്കരുത്. ഇനി നമ്മൾ അവസാന അംഗത്തിന് തയ്യാറെടുക്കാൻ നേരമാകുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ഈ കാര്യത്തിൽ നമ്മൾ അലംഭാവം കാണിച്ചാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടും. പുതിയ കുട്ടികൾ, ഈ നാടിൻ്റെ ആർജവം കാണിക്കേണ്ടവർ, ഈ നാടിൻ്റെ ഓജസ്സായി മാറേണ്ടവർ ഈ കുട്ടികളെ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അമ്മമാർക്ക് തീരാവേദനയായി മാറും ഈ കുഞ്ഞുങ്ങൾ. പെറ്റ കുഞ്ഞുങ്ങളുടെ ശവം മടിയിൽ വെച്ച് കരയുന്ന പെറ്റമ്മയുടെ കണ്ണീരായി കേരളം മാറിയെന്ന് ചിലപ്പോൾ വന്നു വരും. വളരെ അപകടകരമായ അവസ്ഥയാണ്. 30% ആളുകൾക്ക് മാത്രമേ ഇതുണ്ടാകൂ എന്ന് വിശ്വസിച്ചെങ്കിൽ 300% കേരളത്തിൻ്റെ അവസ്ഥ. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിൽ 2 ഭാഗങ്ങളുണ്ടാകും. ഒരു ഗവേഷണ സംഘം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും വായിക്കാൻ പറ്റിയ റിപ്പോർട്ടാണ്, ഞങ്ങളത് പ്രസിദ്ധപ്പെടുത്തും. എന്നാൽ അതിൻ്റെ 2ാമത്തെ ഭാഗം കോൺഫിഡൻഷ്യലായ ഒരു റിപ്പോർട്ടായിരിക്കും. ആ റിപ്പോർട്ടിൽ കേരളത്തിലേക്ക് രാസലഹരി കലർത്തുന്നതിൽ ഏതൊക്കെ പണക്കാരന്മാരുണ്ട്,
ഏതൊക്കെ പൊതുപ്രവർത്തകരുണ്ട്, ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഏതൊക്കെ സർക്കാർ ഏജൻസികളുണ്ട്, അവരുടെ കളർ ചിത്രങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്ക് സ്വകാര്യമായി ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കും.